ഹാപ്പി വിഷസ് ടു എവ്രി വൺ. എല്ലാവർക്കും ആദ്യമേ തന്നെ ചിൽഡ്രൻസ് ഡേ വിഷസ്. അപ്പം ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നമ്മൾ ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണല്ലേ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടാവും. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെയാണ് പഠിച്ചത്. അതേപോലെ സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടും പ്രോകാരിയോട്സ്, യൂകാരിയോട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിഡ്സിനെ കുറിച്ചും എങ്ങനെയാണ് ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ് റൈപ്പൺ ചെയ്യുമ്പോൾ, അതായത് ഫ്രൂട്ട്സ് പഴുക്കുമ്പോൾ മധുരമാണല്ലോ ഉണ്ടാകുന്നത്, ആ സ്വാദിലുണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നും അതേപോലെ ബയോ മെമ്പറൈൻസിനെ കുറിച്ചും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇന്നത്തോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിലോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദോസ് ഹു ചേഞ്ച് കളർ ആൻഡ് ടേസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഫ്രൂട്ട്സിൻ്റെ കളറും ടേസ്റ്റും ചേഞ്ച് ആവുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആ പിക്ചർ നോക്കിക്കേ. ഒരു കുട്ടിയുടെ ഒരു ഡൗട്ടാണ്. ദ കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ചേഞ്ച് വെൻ ദേ റൈപ്പൻ. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ്? ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യുമ്പോൾ, അതായത് ഫ്രൂട്ട്സ് പഴുക്കുമ്പോൾ അവയുടെ ടേസ്റ്റിനും സ്വാദിനും നിറത്തിനും വ്യത്യാസം വരുന്നുണ്ട്. എന്താണ് കാരണം? ഓക്കെ, റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ബിലോ ആൻഡ് ചെക്ക് ദ വാലിഡിറ്റി ഓഫ് യുവർ ഗസ്സസ്. ഡിസ്കസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റെക്കോർഡ് യുവർ ഇൻഫ്ലുവൻസ് ഇൻ യുവർ സയൻസ് ഡയറി. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കാം. Plastids are the cell organelles that are exclusively found in plant cells. There are three kinds of plastids, namely chromoplast, chloroplast, leucoplast. Okay, plastid plantsil കാണുന്ന ഒരു കൈൻഡ് ഓഫ് സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡുകൾ. ഈ പ്ലാസ്റ്റിഡ്സ് മെയിൻലി 3 ടൈപ്സ് പ്ലാസ്റ്റിഡ്സ് ആണ് ഉള്ളത്. ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഇതിൽ ക്ലോറോപ്ലാസ്റ്റിന് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും അല്ലേ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിഡിലാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇനി വന്നിട്ട് ബാക്കി 2 പ്ലാസ്റ്റിഡ്സ്, അതായത് ക്രോമോപ്ലാസ്റ്റും ല്യൂക്കോപ്ലാസ്റ്റും എന്താണെന്ന് നോക്കാം. യു നോ ദാറ്റ് ഫോട്ടോസിന്തസിസ് ഈസ് പെർഫോംഡ് ബൈ chloroplast. Chromoplast impart color to flowers and fruits. Xanthophyll, yellow colored pigment ആണ് xanthophyll. Carotene, yellowish orange. Anthocyanin, red, purple, etc. are certain pigment in chromoplast. ഓക്കെ, ക്രോമോപ്ലാസ്റ്റിൽ വന്നിട്ട്, ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിഡിൽ വന്നിട്ട് നമ്മുടെ ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും കളർ ഇമ്പാർട്ട് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. അതായത് ക്സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് വന്നിട്ട് യെല്ലോ കളറാണ് പ്രൊവൈഡ് ചെയ്യുക. കെരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് യെല്ലോയിഷ് ഓറഞ്ച് കളറാണ് പ്രൊവൈഡ് ചെയ്യുക. ആന്തോസയാനിൻ വന്നിട്ട് റെഡ്, പേർപ്പിൾ കളർ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പിഗ്മെൻറ്റുകളെല്ലാം ക്രോമോപ്ലാസ്റ്റിലാണ് കാണുന്നത്. ഓക്കെ, various ranges of these pigment impart different color to various parts of the plant. Okay, color impart ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ആയിട്ടുള്ള xanthophyll, carotene, anthocyanin are present in chromoplast. ഇനി വന്നിട്ട് ല്യൂക്കോപ്ലാസ്റ്റ് എന്താണ്? ല്യൂക്കോപ്ലാസ്റ്റ് ആർ ദ പ്ലാസ്റ്റിഡ്സ് ഹാവിങ് നോ സ്പെസിഫിക് കളർ. എന്താ നമ്മൾ നമുക്ക് മനസ്സിലായ ക്ലോറോപ്ലാസ്റ്റ് വന്നിട്ട് ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യുന്നു. അതേപോലെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ഇനി ക്രോമോപ്ലാസ്റ്റ് വന്നിട്ട് കളർ ഇമ്പാർട്ട് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ആയിട്ടുള്ള ആന്തോസയാനിൻ, അതേപോലെ കെരോട്ടീൻ, സാന്തോഫില്ലൊക്കെ പ്രസൻ്റ് ആയിരിക്കുന്നത് ക്രോമോപ്ലാസ്റ്റിലാണ്. എന്നാൽ ല്യൂക്കോപ്ലാസ്റ്റിൽ കളേർഡ് പിഗ്മെൻറ്റ്സിൻ്റെ സ്റ്റോർ ചെയ്യാനോ അതിനു വേണ്ടിയിട്ടല്ല ല്യൂക്കോപ്ലാസ്റ്റ്. പിന്നെ എന്തിനാണ് നോക്കാം.
Leucoplasts are seen plenty in the cells where food materials are stored. ഓക്കെ, ല്യൂക്കോപ്ലാസ്റ്റ് ധാരാളമായി കാണുന്നത് എന്താണ്, ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന സെൽസിലാണ്. ഇപ്പോൾ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന സെൽസിൽ ല്യൂക്കോപ്ലാസ്റ്റ് അധികമായി കാണും. അതിലൊരു തിരുത്തുണ്ട്, സ്റ്റാർച്ച് അല്ല അധികവും, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സെൽസിൽ ഫുഡ് പല ഫോമിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. ചിലപ്പം സ്റ്റാർച്ചിൻ്റെ ഫോമിൽ ഫുഡ് സ്റ്റോർ ചെയ്യും, ചിലപ്പം ലിപ്പിഡ്സ് അതായത് ഫാറ്റിൻ്റെ ഫോമിൽ, ചിലപ്പം പ്രോട്ടീൻ്റെ ഫോമിൽ ഫുഡ് സ്റ്റോർ ചെയ്യും. ഇങ്ങനെയുള്ള സെൽസിൽ ആണ് ല്യൂക്കോപ്ലാസ്റ്റുകൾ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സ്റ്റോർ ചെയ്യുന്ന ഫുഡിനനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് ഫുഡാണോ, ഏത് ടൈപ്പ് ഓഫ് റിസർവ് മെറ്റീരിയൽ ആണോ ഉള്ളത് അതിനനുസരിച്ച് ല്യൂക്കോപ്ലാസ്റ്റും പല ടൈപ്പുകളുണ്ട്. എമൈലോപ്ലാസ്റ്റ്, എല്യൂറോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്. എമൈലോപ്ലാസ്റ്റ് വന്നിട്ട് ഇസ് എ കൈൻഡ് ഓഫ് ല്യൂക്കോപ്ലാസ്റ്റ് ഫൗണ്ട് ഇൻ സെൽസ് ദാറ്റ് സ്റ്റോർസ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന സെൽസിൽ കാണുന്ന ല്യൂക്കോപ്ലാസ്റ്റാണ് എമൈലോപ്ലാസ്റ്റ്. എല്യൂറോപ്ലാസ്റ്റ് വന്നിട്ട് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്ന സെൽസിൽ കാണുന്ന ല്യൂക്കോപ്ലാസ്റ്റാണ് എല്യൂറോപ്ലാസ്റ്റ്. ഇനി വന്നിട്ട് എലയോപ്ലാസ്റ്റ്. എലയോപ്ലാസ്റ്റ് വന്നിട്ട് എന്താണ്, നമ്മുടെ ലിപ്പിഡ്സ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സെൽസിൽ, ലിപ്പിഡ്സ് എന്ന് പറയുന്ന ഫാറ്റിൻ്റെ വേറൊരു ഫോമാണ് കേട്ടോ, ലിപ്പിഡ്സ് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സെൽസിൽ കാണുന്ന ല്യൂക്കോപ്ലാസ്റ്റാണ് ഇലയോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പം 3 kinds ഓഫ് പ്ലാസ്റ്റിഡ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, ആസ് ഫ്രൂട്ട്സ് റൈപ്പൻ ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ടു ക്രോമോപ്ലാസ്റ്റ്. Starch is converted to sugar. This is the secret behind the change in the color and taste of fruits. Okay, ഒരു ഫ്രൂട്ട് റൈപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യുന്ന ക്ലോറോപ്ലാസ്റ്റ് വന്നിട്ട് ക്രോമോപ്ലാസ്റ്റായി മാറും. അപ്പോഴെന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, ക്രോമോപ്ലാസ്റ്റിൽ വന്നിട്ട് ഏതൊക്കെ പിഗ്മെൻറ്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ക്സാന്തോഫിൽ, കെരോട്ടീൻസ്, ആന്തോസയാനിൻ. അപ്പം ഈ ക്രോമോപ്ലാസ്റ്റിലുള്ള ഈ പിഗ്മെൻറ്റ്സ് അവർ ഏത് പിഗ്മെൻറ്റ്സ് ആണോ പ്രസൻ്റ് ആയിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ കളറ് ഇമ്പാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് റൈപ്പ് ചെയ്യുമ്പം കളർഫുള്ളായിട്ട് മാറുന്നത്. അതായത് റെഡ് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറാണെങ്കിൽ സാന്തോഫിലിൻ്റെ പ്രസൻസ് കൊണ്ടോ, കെരോട്ടീൻ ആണെങ്കിൽ ഓറഞ്ച്, യെല്ലോയിഷ് ഓറഞ്ച് കളറോ ഒക്കെ ഫ്രൂട്ട്സിന് ഉണ്ടാവാൻ കാരണം ഈ ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റായി കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി ടേസ്റ്റിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? സ്റ്റാർച്ച് വന്നിട്ട് നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ സ്റ്റാർച്ചാണ് അൾട്ടിമേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റാർച്ച് എന്താവും? സൂക്രോസായി കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ച് ഷുഗറായിട്ട്, അതായത് സൂക്രോസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സൂക്രോസ് ഇസ് എ ഷുഗർ. സ്റ്റാർച്ച് വന്നിട്ട് ഒരു പോളിമറാണ്. അതിൻ്റെ സ്മോളർ ഫോം സ്റ്റാർച്ച് വന്നിട്ട് ഒരു പോളിസാക്രൈഡാണ്. അത് മോണോസാക്രൈഡായിട്ട് മാറും. അതാണ് ഷുഗർ, സിമ്പിൾ ഷുഗറായിട്ട് മാറും, സൂക്രോസായി മാറും. അതുകൊണ്ടാണ് അവരുടെ ടേസ്റ്റ് മധുരമുള്ള ടേസ്റ്റ് ആവുന്നത്. നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ പ്രസൻ്റ് ആയിരിക്കുന്ന ഷുഗർ വന്നിട്ട് ഫ്രക്ടോസ് ആണ്. ഓക്കെ, സൂക്രോസ് ഫ്രക്ടോസ് ആയിട്ട് ഫ്രക്ടോസിൻ്റെ ഫോമിൽ സൂക്രോസ് ഫ്രക്ടോസായി മാറിയിട്ട് ഈ ഫ്രക്ടോസ് ആണ് ഫ്രൂട്ട്സിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർച്ച്, ക്ലോറോപ്ലാസ്റ്റിൽ ഫോം ആയിരിക്കുന്ന സ്റ്റാർച്ച് എന്തായി മാറും? സൂക്രോസായി മാറും. ഈ സൂക്രോസ് പിന്നീട് ഫ്രക്ടോസായി മാറും. ഈ ഫ്രക്ടോസാണ് ഫ്രൂട്ട്സിൽ സ്റ്റോർ ആയിരിക്കുന്ന ഷുഗർ. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സിൽ കാണുന്ന ഷുഗർ ഏതാണ്? ഫ്രക്ടോസ്. അതുകൊണ്ടാണ് ഫ്രൂട്ട്സിന് മധുരം വരാൻ കാരണം ഈ ഷുഗർ, ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ പ്രസൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ ചേഞ്ച് ഇൻ ദ കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ്. അപ്പോൾ എങ്ങനെയാണ് ഫ്രൂട്ട്സ് പഴുക്കുമ്പോൾ
അല്ലെങ്കിൽ ഫ്രൂട്ട്സ് റൈപ്പൺ ചെയ്യുന്ന നേരം അവരുടെ സ്വാദിലും നിറത്തിലും വ്യത്യാസം വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ്, അവരുടെ ഇമ്പോർട്ടൻസ്. അപ്പം 3 kinds ഓഫ് പ്ലാസ്റ്റിഡ് ഏതാണ്? ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യും, ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്രോമോപ്ലാസ്റ്റ് വന്നിട്ട് ഡിഫറെൻറ്റ് പിഗ്മെൻസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിഡ് വന്നിട്ട് ക്രോമോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് വന്നിട്ട് എന്താണ്? പല ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന, അതായത് സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സെൽസിൽ കാണുന്ന പ്ലാസ്റ്റിഡ്സ് ആണ് ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് 3 kinds ഉണ്ട്: അമൈലോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ് ആൻഡ് ഇലയോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റിൽ വന്നിട്ട് സ്റ്റാർച്ചും, അല്യൂറോപ്ലാസ്റ്റിൽ വന്നിട്ട് പ്രോട്ടീനും, ഇലയോപ്ലാസ്റ്റിൽ വന്നിട്ട് ഫാറ്റുമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫ്രൂട്ട് റൈപ്പൻ ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്, അതായത് ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യുന്ന ക്ലോറോപ്ലാസ്റ്റ് വന്നിട്ട് ക്രോമോപ്ലാസ്റ്റായി കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ ഫോട്ടോസിന്തസിസ് വഴി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റാർച്ച് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഏത് ഷുഗറായിട്ടാണ് മാറുന്നത്? ഫ്രക്ടോസ് ആയിട്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിട്ടുപോയ ബയോമെംബ്രെയിൻസ് എന്ന് പറയുന്നൊരു പോർഷൻ നോക്കാനുണ്ട് ഇവിടെ. അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, താഴത്ത് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. പ്ലാസ്റ്റിഡ്സ് ഇൻ ദ പ്ലാന്റ് സെൽസ് അണ്ടർസ്റ്റുഡ് ആണല്ലേ? പിഗ്മെൻറ്റ്സ് ഇൻ ദ ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റിലുള്ള പിഗ്മെൻറ്റ്സ് ഏതാണ്? ക്സാന്തോഫിൽ, കെരോട്ടീൻസ്, ആന്തോസയാനിൻ. ക്സാന്തോഫിൽ വന്നിട്ട് യെല്ലോ കളർ ഇമ്പാർട്ട് ചെയ്യുന്നു, കെരോട്ടീൻ വന്നിട്ട് യെല്ലോയിഷ് ഓറഞ്ച് ഇമ്പാർട്ട് ചെയ്യുന്നു, ആന്തോസയാനിൻ വന്നിട്ട് റെഡ് പേർപ്പിൾ കളറ് ഇമ്പാർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് സൺലൈറ്റ്. ക്രോമോപ്ലാസ്റ്റിൻ്റെയും സൺലൈറ്റിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്? അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിക്കുന്ന സമയത്ത് പഠിക്കും എന്താണ്, കുറേ പിഗ്മെൻറ്റ്സ് ഇല്ലേ, ആന്തോസയാനിൻ, ഈ പിഗ്മെൻറ്റ്സ് എല്ലാം, സാന്തോഫിൽ, കെരോട്ടീൻസ് തുടങ്ങിയ പിഗ്മെൻറ്റ്സ് എല്ലാം ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ്സിൻ്റെയോടൊപ്പം തന്നെ ഈ പിഗ്മെൻറ്റുകളെല്ലാം കൂടെ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യും, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ക്ലോറോഫിൽ എ എന്ന് പറയുന്ന പിഗ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ഒക്കെ വന്നിട്ട് ക്ലോറോപ്ലാസ്റ്റിലാണ് കാണുന്നത്. ഈ ക്രോമോപ്ലാസ്റ്റിലുള്ള ഈ പിഗ്മെൻറ്റ്സ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ക്ലോറോഫിൽ എക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ക്ലോറോഫിൽ എ പിന്നീട് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് ഈ സൺലൈറ്റിനെ യൂസ് ചെയ്യും. ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ലൈറ്റ് എനർജിയാണ്. ഈ ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATP എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ATP, എനർജി കറൻസി ഓഫ് സെൽസ് എന്ന് പറയും. നമ്മൾ മൈറ്റോകോൺഡ്രിയോൺ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇതിൽ കൊടുത്തിട്ടില്ല. പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയോൺ ആണ്. ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. ഈ എനർജി എന്താണ്? ATP ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ മൈറ്റോകോൺഡ്രിയൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ടുള്ള എനർജി ഈസ് ഇൻ ദ ഫോം ഓഫ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ATP തന്നെയാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിൽ ഫോം ചെയ്യുന്നത്. കെമിക്കൽ എനർജി, സൺലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ATP ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രോമോപ്ലാസ്റ്റ് എന്തിനാണ് സഹായിക്കുന്നത്? ക്രോമോപ്ലാസ്റ്റും സൺലൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ, ക്രോമോപ്ലാസ്റ്റ് ഹെൽപ്സ് ടു അബ്സോർബ് സൺലൈറ്റ് ആൻഡ് ടു കൺവേർട്ട് ദസ് ലൈറ്റ് എനർജി ഇൻ ടു കെമിക്കൽ എനർജി. ഓക്കെ,
ഇനി വന്നിട്ട് ചേഞ്ച് ഓഫ് കളർ ആൻഡ് ടേസ്റ്റ് ഇൻ ഫ്രൂട്ട്സ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഫർദർ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ഇനി വന്നിട്ട് നമുക്ക് ബയോ മെംബ്രെയിൻസ് എന്ന് പറയുന്ന പാർട്ടിലേക്ക് പോവാം. Didn't we see that the cells has a membranous covering? This covering separates the cell from its adjacent cell. ഓക്കെ, ഓരോരോ സെൽസിനും ഒരു മെംബ്രെയിനിയസ് കവറിങ് ഉണ്ട്. അതാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെംബ്രെയിനിയസ് കവറിങ് ആണ് മറ്റൊരു സെൽസിനെ, അഡ്ജസൻറ്റ് സെൽസിൽ നിന്ന് ഓരോ സെൽസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. Not only the cell but also nucleus and many of the cell organelles also have membranous covering. എന്താണ്, സെല്ലിന് മാത്രമല്ല സെല്ലിൽ പ്രസൻ്റ് ആയിരിക്കുന്ന, അതായത് സെല്ലിലെ സൈറ്റോപ്ലാസത്തിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ന്യൂക്ലിയസിനും അതുപോലെ തന്നെ ഓരോ സെൽ ഓർഗനൽസിനും ഈ ഒരു മെംബ്രെയിനിയസ് കവറിങ് ഉണ്ട്. ഓക്കെ, ദീസ് ബയോ മെംബ്രെയിൻ റെഗുലേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സെൽ ഓർഗനൽസ് ആൻഡ് സൈറ്റോപ്ലാസം. ഇങ്ങനെയുള്ളൊരു ബയോ മെംബ്രെയിൻ ഉള്ളത് കൊണ്ടാണ് എന്താണ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് പോസിബിൾ ആവുന്നത്. അതിപ്പം രണ്ട് സെൽസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് പോസിബിൾ ആവുന്നതും അതുപോലെ തന്നെ സെൽ സൈറ്റോപ്ലാസത്തിൽ നിന്നും ഓരോ സെൽ മെംബ്രെയിൻസിൻ്റെ ഉള്ളിലേക്കും അതുപോലെ പുറത്തേക്കുമുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് പോസിബിൾ ആവുന്നത് ഈ ബയോ മെംബ്രെയിൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ദീസ് ബയോ മെംബ്രെയിൻസ് റെഗുലേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദ സെൽസ് ആൻഡ് ബിറ്റ്വീൻ സെൽ ഓർഗനൽസ് ആൻഡ് സൈറ്റോപ്ലാസം. സെൽസുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസും അതേപോലെ സൈറ്റോപ്ലാസവും സെൽ ഓർഗനൽസും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസും. ഈ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് പറഞ്ഞാൽ ഇപ്പം രണ്ട് സെൽസ് തമ്മിൽ പ്രോട്ടീൻ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മോളിക്യൂൾ ട്രാൻസ്ഫർ ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ ബയോ മെംബ്രെയിൻ ആണ് പറയുന്നത്. ഓക്കെ, ഈ മെറ്റീരിയൽസ് വന്നിട്ട് പ്രോട്ടീൻ മോളിക്യൂൾ ആകാം, വേറെ എന്ത് തരം മോളിക്യൂൾസും ആവാം, ചിലപ്പം അയോൺസ് ആകാം. ഓക്കെ, these membranes are called selectively permeable membranes as they allow only essential materials to pass. അതാണ് ഒരു പോയിന്റ്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ബയോ മെംബ്രെയിൻസ് ഓരോരോ സെല്ലിന് ചുറ്റും അതേപോലെ ഓരോരോ സെൽ ഓർഗനൽസിനും ന്യൂക്ലിയസിനും അവരുടേതായിട്ടുള്ള ബയോ മെംബ്രെയിൻസ് ഉണ്ട്. യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ കേസിൽ കേട്ടോ. പ്രോകാരിയോട്സിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, ഡെഫിനറ്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസും സെൽ വാളും ഒന്നും ഉണ്ടായിരിക്കില്ല, ന്യൂക്ലിയസ് പ്രോപ്പറായിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കില്ല ഒക്കെ പഠിച്ചു. യൂകാരിയോട്സിൻ്റെ കേസിലാണ് ഈ ബയോ മെംബ്രെയിൻസ് പ്രസൻ്റ് ആവുക. അത് ഓർത്ത് വെക്കണേ, പറയാൻ വിട്ടുപോയതാണ്. യൂകാരിയോട്സിലാണ് ബയോ മെംബ്രെയിൻസ് പ്രസൻ്റ് ആയിരിക്കുക. ഈ ബയോ മെംബ്രെയിൻസ് തോന്നിയ പോലെ ഓരോ മോളിക്യൂൾസിനെ കടത്തിവിടാൻ അനുവദിക്കില്ല. പെർട്ടിക്കുലർ മോളിക്യൂൾസിനെ, സെല്ലിന് ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസിനെ മാത്രമേ കടത്തിവിടാൻ സഹായിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെ സിലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻസ് എന്നാണ് പറയുന്നത്. സിലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്ത മെറ്റീരിയൽസിനോട് മാത്രമേ പെർമിയബിൾ ആവുള്ളൂ. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ വിച്ച് എനേബിൾസ് ടു പാസ് ത്രൂ, ആ ഒരു സബ്സ്റ്റൻസിലൂടെ കടന്നു പോകാൻ സഹായിക്കുക. അതാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. കടന്നു പോകാൻ സഹായിക്കുന്നതിനാണ് പെർമിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട് ഇതേപോലെ. അത് ബയോ മെംബ്രെയിനിൽ വരുന്നതല്ല. സെമി പെർമിയബിൾ മെംബ്രെയിൻ വന്നിട്ട് വാട്ടറിന് മാത്രമേ പാസ് ചെയ്യാൻ പോസിബിൾ ആവുള്ളൂ. വാട്ടറിന് മാത്രമേ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓസ്മോസിസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ കടന്നു പോകുന്നതിനാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത് ബയോ മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഈ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിനാണ് ബയോ മെംബ്രെയിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആസ് ദേ അലോ ഓൺലി എസെൻഷ്യൽ മെറ്റീരിയൽ ടു പാസ്. പെർട്ടിക്കുലർ മെറ്റീരിയൽസിന് മാത്രം പാസ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടാണ് അവരെ സിലക്റ്റീവ്ലി പെർമിയബിൾ, സിലക്റ്റീവായിട്ട് മാത്രം
പെർമിയബിൾ ആണ്. അതുകൊണ്ട് സിലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ബയോ മെംബ്രെയിൻ വന്നിട്ട് അധികവും പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. ലിപ്പിഡ്സ് കൊണ്ടും പ്രോട്ടീൻസ് കൊണ്ടും കാർബോഹൈഡ്രേറ്റ് കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ബയോ മെംബ്രെയിൻസ്. അപ്പം ഈ ബയോ മെംബ്രെയിൻ വന്നിട്ട് ഏതാണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ +1 +2 ഈ ബയോ മെംബ്രെയിൻസിൻ്റെ, അതായത് പ്ലാസ്മ മെംബ്രെയിൻസിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ടാവും. ലിക്വിഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ, ലിക്വിഡ് ക്രിസ്റ്റൽ അല്ല, ഫ്ലൂയിഡ് മൊസൈക്ക് സ്ട്രക്ചറാണ്, മാറിപ്പോയതാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ടാവും. ഈ ബയോ മെംബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണത്. ഓക്കെ, ഇപ്പോൾ ബയോ മെംബ്രെയിൻസ് വന്നിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. എല്ലാ സെല്ലിനും അതുപോലെ സെല്ലിലുള്ള സൈറ്റോപ്ലാസത്തിലുള്ള സെൽ ഓർഗനൽസിനും ന്യൂക്ലിയസും കവർ ചെയ്തിരിക്കുന്നത് ഈ ബയോ മെംബ്രെയിനെ കൊണ്ടാണ്, ഈ പ്ലാസ്മ മെംബ്രെയിനെ കൊണ്ടാണ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡ്സ്, ഫാറ്റ്, ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റിനെ കൊണ്ടും ലിപ്പിഡ്സിനെ കൊണ്ടും കാർബോഹൈഡ്രേറ്റ്സിനെ കൊണ്ടും പ്രോട്ടീൻസിനെ കൊണ്ടും ഒക്കെയാണ്. ഫാറ്റി ആസിഡ്സും ഉണ്ട്, ഫാറ്റി ആസിഡ്സിനെ കൊണ്ടൊക്കെയാണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ ബയോ മെംബ്രെയിൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ബയോ മെംബ്രെയിൻസ് വന്നിട്ട് ദേ ഹെൽപ്സ് ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ, അവരുടെ ഫങ്ഷൻ അതാണ്. ദേ ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് സെൽ സൈറ്റോപ്ലാസം ആൻഡ് ദാറ്റ് ഓഫ് സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസും സെൽ സൈറ്റോപ്ലാസവും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസിനും അതുപോലെ തന്നെ സെല്ലുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസിനും സഹായിക്കുന്നത് ബയോ മെംബ്രെയിൻസ് ആണ്. അതുപോലെ ദേ ആർ സിലക്റ്റീവ്ലി പെർമിയബിൾ. ഇത്രയും കാര്യങ്ങളാണ് ബയോ മെംബ്രെയിൻസിൽ നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ കവറായി. നെക്സ്റ്റ് വന്നിട്ട് ആനിമൽ സെല്ലിനെ കുറിച്ചാണ്. ഇനി ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുന്നത് ആനിമൽ സെല്ലിനെ കുറിച്ച് നോക്കും. അത് കഴിഞ്ഞിട്ട് ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും നോക്കും. ഓക്കെ, ഈ ഭാഗത്തേക്ക് പോവാം. ഹാവിങ് യു ലേൺഡ് about cell organelles that perform different physiological functions in a plant cell? അല്ലേ, നമ്മൾ പ്ലാന്റ് സെല്ലിലുള്ള എല്ലാ ഓർഗനൽസിനും സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടും അവരുടെ ഫങ്ഷനെ പറ്റിയിട്ടും ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഷോയിങ് വേരിയസ് സെൽ ഓർഗനൽസ് ഇൻ ദ ആനിമൽ സെൽ. ഒരു ആനിമൽ സെല്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. എന്തൊക്കെ പാർട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? സെൽ മെംബ്രെയിനെ കാണിക്കുന്നുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലെക്സ്, ലൈസോസോം, ഇവിടെ വന്നിട്ട് സെൻട്രോസോം, റൈബോസോം, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ. ഓക്കെ, അപ്പം നമ്മൾ പ്ലാന്റ് സെല്ലിനെ കുറിച്ച് പഠിച്ചപ്പം ഇതിൽ കാണുന്ന പല ഓർഗനൽസും പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ടോ? ധാരാളം ഓർഗനൽസ് ഒന്നും ഇല്ലാത്തതില്ല, എന്നാലും ചില സെൽ ഓർഗനൽസ് ആനിമൽ സെല്ലിൽ മാത്രമായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളതാണ്, പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തതുമാണ്. അതേപോലെ പ്ലാന്റ് സെല്ലിൽ മാത്രമായിട്ടുള്ള ചില ഓർഗനൽസ് ഉണ്ട്, ആനിമൽ സെല്ലിൽ ഇല്ലാത്തതും അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൽ വോളാണ് കൺസിഡർ ചെയ്യുക. ഒരു സെല്ലെടുത്താൽ നോക്കിക്കേ, പ്ലാന്റ് സെല്ലിൻ്റെ ഡയഗ്രം എടുക്കാം. ഓക്കെ, ഇത് വേണ്ട, ഇതാ ഈ പ്ലാന്റ് സെല്ലിൻ്റെ ഡയഗ്രം നോക്കിക്കേ. ഒരു സെൽ വോൾ ഉണ്ടായിരുന്നു അല്ലേ, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൽ വോൾ ഉണ്ട് പ്ലാന്റ് സെല്ലിൽ. എന്നാൽ ആനിമൽ സെല്ലിൽ അങ്ങനെ ഒരു സെൽ വോൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ആനിമൽ സെല്ലിൽ സെൽ വോൾ ആബ്സെൻ്റ് ആണ്. ആനിമൽ സെല്ലും മേജറായിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, ഇത് ഒരു കാലത്തും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. പ്ലാന്റ് സെല്ലിൽ വന്നിട്ട് സെൽ വോൾ ഉണ്ട്, ആനിമൽ സെല്ലിന് ഒരു സെൽ വോൾ ഇല്ല, ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സെൽ വോള്
ഇല്ല. അതേപോലെ പ്ലാന്റ് സെല്ലിൽ നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? പ്ലാന്റ്സ് ആണ്, നമുക്കറിയാം പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന, സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഏക ഓർഗാനിസം വന്നിട്ട് പ്ലാന്റ്സ് ആണ്. അപ്പം ഈ ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനൽസ് ആവശ്യമാണെന്ന് അറിയാം അല്ലേ? ആനിമൽസിൽ വന്നിട്ട് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ എന്താണ് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനൽ ആനിമൽ സെല്ലിൽ ആബ്സെൻ്റ് ആണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ല് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സഹായത്തോടു കൂടെയാണ്. ഓക്കെ, അപ്പം ആനിമൽ സെല്ലിൽ വന്നിട്ട് സെൽ വോൾ ഇല്ല, അതേപോലെ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. ഇനി വന്നിട്ട് പ്ലാന്റ് സെല്ലിൽ നമ്മൾ വാക്യൂൾസ് കണ്ടു. വാക്യൂൾസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഓസ്മോ റെഗുലേറ്ററി ഫങ്ഷനാണ് വാക്യൂളിൻ്റെത്. ഇതാണ് വാക്യൂൾ. ഇതാണ് വാക്യൂൾ. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്നുണ്ട് വാക്യൂൾ. ഈ വാക്യൂളാണ് ഓസ്മോ റെഗുലേറ്ററി ഫങ്ഷൻ. അതായത് സെല്ലിലുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റിന്, അതേപോലെ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനും വാട്ടർ കോൺസെൻട്രേഷനും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് വാക്യൂളാണ്. ഓക്കെ, എന്നാൽ ആനിമൽ സെല്ലിൽ വന്നിട്ട് വാക്യൂൾസ് പ്രസൻ്റ് അല്ല, വാക്യൂൾസ് ഇല്ല. നോക്കിക്കേ, വാക്യൂൾസ് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ? വാക്യൂൾസ് പ്രസൻ്റ് അല്ല. ഓക്കെ, ഇനി ആനിമൽ സെല്ലിലുള്ളതും പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തതുമായിട്ടുള്ളത് എന്തൊക്കെയാണ്? സെൻട്രോസോം അതേപോലെ ലൈസോസോം. ഈ രണ്ട് ഓർഗനൽസും ആനിമൽ സെല്ലിൽ മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പം സെൻട്രോസോമിനെ കുറിച്ചും ലൈസോസോമിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. സെൻട്രോസോം, ഇതാണ് സെൻട്രോസോം. Centrosome is the cell organelles that is found only in animal cell. Animal cell മാത്രമേ കാണാറുള്ളൂ സെൻട്രോസോം. പ്ലാന്റ് സെല്ലിൽ ആബ്സെൻ്റ് ആണ്. The centriole that play a major role in the cell division are seen in the centrosome. സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായി മാറുന്ന ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിൽ നമുക്കറിയാം ഓരോരോ സെല്ലിനും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതേപോലെ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും അല്ലേ? ഈ സെൽ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ സെൽ ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് മെയിനായിട്ട് രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് ന്യൂക്ലിയസ്. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ കാരിയോകൈനസിസ് എന്ന് പറയും. ഒരു ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറും. അതിനുശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറും. അപ്പം ഒരു സെല്ലിൽ നിന്ന് രണ്ട് ന്യൂക്ലിയസും രണ്ട് സൈറ്റോപ്ലാസവും ഉണ്ടായല്ലേ? അങ്ങനെ ഓരോരോ ടു ഇൻഡിവിജ്വൽ സെൽസായിട്ട്, ടു ഡോട്ടർ സെൽസായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് സെൽ ഡിവിഷനിൽ നടക്കുന്നത്. ആദ്യം തന്നെ കാരിയോകൈനസിസ്, അത് കഴിഞ്ഞിട്ട് സൈറ്റോകൈനസിസ്. കാരിയോകൈനസിസിൽ ന്യൂക്ലിയസിൻ്റെ സ്പ്ലിറ്റിങ്ങും സൈറ്റോകൈനസിസിൽ വന്നിട്ട് സൈറ്റോപ്ലാസത്തിൻ്റെ സ്പ്ലിറ്റിങ്ങും. ഓക്കെ, അപ്പം ഈ ഒരു സെൽ ഡിവിഷനിൽ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ഒരു ഫിലമെൻറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഈ ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ട്യൂബ്യൂൾസാണ് മൈക്രോ ട്യൂബ്യൂൾസ്. ഈ മൈക്രോ ട്യൂബ്യൂൾസിൻ്റെ ഫോർമേഷന് സഹായിക്കുന്ന വസ്തുവാണ് സെൻട്രിയോൾസ്. ഓക്കെ, ഈ സെൻട്രിയോൾസ് കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നിങ്ങൾ
ഇങ്ങനെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് സെൽ ഡിവിഷനെ സഹായിക്കുന്നത് സെൻട്രിയോൾസ് എന്ന് പറയുന്ന ഒരു ഓർഗനലുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടുണ്ട്, സെൻട്രിയോൾസ്. ഈ സെൻട്രിയോൾസ് കാണുന്നത് സെൻട്രോസോമിലാണ്. അങ്ങനെ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഞാൻ എക്സാക്റ്റ് കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ആ ഭാഗം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയായിരിക്കും, മനസ്സിലാവുന്നതിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് ചാൻസ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സെൽ ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകളായിട്ട്, 2 ഡോട്ടർ സെല്ലായിട്ട് ഉണ്ടാവുന്ന ആ പ്രോസസ്സാണ് സെൽ ഡിവിഷൻ. ഈ സെൽ ഡിവിഷനെ സഹായിക്കുന്ന ഒരു ഓർഗനലാണ് സെൻട്രിയോൾസ്. ഈ സെൻട്രിയോൾ കാണപ്പെടുന്ന സെൽ ഓർഗനൽ എന്ന് വെച്ചാൽ സെൻട്രോസോം എന്ന് പറയുന്ന സെൽ ഓർഗനലിലാണ് സെൻട്രിയോൾസ് കാണുന്നത്. ഈ സെൻട്രിയോൾസ് ആണ് സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. Lysosome contains the digestive enzyme that are required for the destruction of foreign substances entering the cell. It is seen in animal cells. Okay. ലൈസോസോമിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ശരിക്കും ലൈസോസോം വന്നിട്ട് ഇസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്, ഒരു സഞ്ചി പോലെയുള്ള സ്ട്രക്ചറാണ് ലൈസോസോം. ഈ ലൈസോസോമിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അതാണ് ഇവിടെ ഡൈജസ്റ്റീവ് എൻസൈംസിനെ പറഞ്ഞുള്ളൂ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡൈജസ്റ്റീവ് എൻസൈം വന്നിട്ട് ലൈസോസൈമാണ്. ഏതാണ്? ലൈസോസൈം. അപ്പം നമ്മുടെ സെല്ലിലേക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ ആൻറ്റിജൻ അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽ കടക്കുകയാണ് വിചാരിക്കാം. ഇപ്പം ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ് എന്തെങ്കിലും കടക്കുകയാണ് വെച്ചാൽ, ഒരു സെല്ലിലേക്ക് എൻ്റർ ചെയ്യുകയാണ് വെച്ചാൽ അതൊരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ് അല്ലേ? നമ്മുടെ സെല്ലിൻ്റെ ഭാഗമല്ലാത്ത ഒരു സബ്സ്റ്റൻസ് ആണ് ആ സെല്ലിലേക്ക് വന്നത്. അപ്പം ഈ ലൈസോസോം എന്ത് ചെയ്യും? ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻസൈമ ആ സെല്ലിലേക്ക് കടന്നു വന്നിട്ടുള്ള ഫോറിൻ സബ്സ്റ്റൻസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ലൈസോസോമിനെ പറ്റി പറയാനുള്ളത്. ലൈസോസോം കണ്ടെയ്ൻസ് ഡൈജസ്റ്റീവ് എൻസൈം ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ സബ്സ്റ്റൻസസ് എൻറ്ററിങ് ദ സെൽസ്. ലൈസോസോം വന്നിട്ട് ആനിമൽ സെൽസിൽ മാത്രമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇല്ലുസ്ട്രേഷൻ 1.4 ഒന്ന് നോക്കിക്കേ. ഇവിടെ 2 സർക്കിൾസ് തന്നിട്ടുണ്ടല്ലേ, ഇപ്പം ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും. അപ്പം നടുക്ക് വന്നിട്ട് കോമൺ ആയിട്ട് കാണുന്ന, അതായത് ഒരു റോസ് കളറിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെല്ലിലും, ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കോമൺ ആയിട്ട് കാണുന്ന സെൽ ഓർഗനൽസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ഓർഗനൽസ്? ഗോൾജി കോംപ്ലെക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയ, റൈബോസോം. ഓക്കെ, ബാക്കി ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെൽസിലും കോമൺ ആയിട്ട് കാണുന്ന സെൽ ഓർഗനൽസ്. ഇനി ആനിമൽ സെല്ലിൽ വന്നിട്ട് ആനിമൽ സെല്ലിൽ മാത്രം കാണുന്ന ഓർഗനൽ ഏതാണ്? ലൈസോസോമും അതേപോലെ സെൻട്രോസോമും അല്ലേ? പ്ലാന്റ് സെല്ലിൽ ഏതൊക്കെയാണ്? 3 കാര്യങ്ങളാണ് പ്ലാന്റ് സെല്ലിൽ മാത്രമായിട്ട് കാണുന്നത്. സെൽ വോള്, അതേപോലെ ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ ഏതാണ്? വാക്യൂൾസ് പ്ലാന്റ് സെല്ലിൽ കാണുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കാൻ ശ്രമിക്കണം കേട്ടോ. ആനിമൽ സെല്ലിൽ പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ക്ലാസ്സിലെത്തുന്ന സമയത്തൊക്കെ ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ കുറച്ച് ടെസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ എൻട്രൻസ് പോലെയുള്ള എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, prepare an illustration like this showing the differences between prokaryotes and eukaryotes. ഓക്കെ, അപ്പോൾ പ്രോകാരിയോട്സ് എന്താണ്, യൂകാരിയോട്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പം
ഇതുപോലെ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ആനിമൽ സെൽ, പ്ലാന്റ് സെൽ, അതേപോലെ പ്രോകാരിയോട്സിനും യൂകാരിയോട്സും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസും കാണിച്ചുകൊണ്ട് ഒരു ഇല്ലുസ്ട്രേഷൻ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. Though organisms show diversity in their external characters, their cells show resemblance in their structure and functions. Okay, this unity at the micro level is clear evidence of interrelationship of organism. Okay, നമ്മുടെ ഓരോരോ സെല്ലും പല കൈൻഡ് ഓഫ് സിമിലാരിറ്റീസ് കാണിക്കാറുണ്ട് അവരുടെ ഫങ്ഷനിൽ. അതുപോലെ ഓരോരോ ക്രീച്ചറും ഡിഫറെൻ്റ് ആണ് താനും. ഇപ്പം എന്താ പറയുക, ഒരു ക്യാറ്റിനെ ഒരു പൂച്ചയെ പോലെയല്ല ഒരു നായയെ കാണാനല്ലേ. പക്ഷേ അവരിലെ സെൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെൽസിൽ നടക്കുന്ന പല ഫിസിയോളജിക്കൽ ഫങ്ഷൻസും സിമിലർ ആയിരിക്കും. ഇപ്പം ഒരു പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു പുല്ലും ഒരു ഫ്ലവർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ആൻജിയോസ്പേം എന്ന് പറയും നമ്മൾ, ഒരു ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റും തമ്മിൽ കാണാൻ വളരെ അന്തരമുണ്ട് അല്ലേ. പക്ഷേ നോക്കുകയാണെങ്കിൽ അവരുടെ സെൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ സെൽസ് പെർഫോം ചെയ്യുന്ന പല ഫിസിയോളജിക്കൽ ഫങ്ഷൻസും, ഉദാഹരണത്തിന് സൈലം, ഫ്ലോയം. സൈലം കണ്ടെക്സ് വാട്ടർ, ഫ്ലോയം കണ്ടെക്സ് ഫുഡ്. ഓക്കെ, അപ്പം ഈ രണ്ട് പ്ലാന്റിലുള്ള സൈലം സെൽസും ഫ്ലോയം സെൽസും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇവർ പെർഫോം ചെയ്യുന്ന ഫിസിയോളജിക്കൽ ഫങ്ഷൻ സിമിലർ ആണ്. എന്നാൽ പക്ഷേ ഇവരെ കാണാൻ ഇവരുടെ മോർഫോളജി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ് കേട്ടോ. മോർഫോളജി മീൻസ് എക്സ്റ്റേണൽ അപ്പിയറൻസ്. ഇവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഡിഫറെൻ്റ് ആണ് താനും. അപ്പം ഈ ഒരു മൈക്രോ ലെവൽ, അതായത് സെല്ലുലാർ ലെവലിലുള്ള യൂണിറ്റി എന്തിനെ പ്രൂഫ് ചെയ്യുന്നു, എന്തിന് എവിഡൻസ് ആണ്? ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസംസ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പിന് പ്രൂഫാണ് ഈ യൂണിറ്റി. നമ്മൾ പഠിക്കുന്നത് എന്താ, കുറച്ചും കൂടെ ഹയർ ക്ലാസ്സിൽ 10th നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും എവല്യൂഷൻ, പരിണാമം. ഓരോരോ ഓർഗാനിസത്തിനും പരിണാമം സംഭവിച്ചാണ് പുതിയ ഓർഗാനിസംസ് ഉണ്ടായിട്ടുണ്ടാവുക. അതായത് ഒരു പെർട്ടിക്കുലർ കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് എവല്യൂഷൻ സംഭവിച്ചാണ് പ്രസൻറ്റ് ഡേ ഓർഗാനിസം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യത്തിന് എവിഡൻ്റ് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ യൂണിറ്റി അറ്റ് മൈക്രോ ലെവൽ, സെല്ലുലാർ ലെവലിലുള്ള യൂണിറ്റി. ഓക്കെ, അപ്പം നമ്മളെ ചാപ്റ്റർ ഇതോടുകൂടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ ലെറ്റസ് അസസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പോർഷനിൽ. അവർ ടെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഇല്ലയെന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ ഓഫ് ആനിമൽ സെൽസ്. ആനിമൽ സെല്ലിൻ്റെ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ആനിമൽ സെല്ലിന് സെൽ വോളില്ല. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിനും പ്രോട്ടോപ്ലാസമാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് ആണ് പ്രോട്ടോപ്ലാസം അല്ലേ. അപ്പോൾ പ്രോട്ടോപ്ലാസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഓക്കെ, ഇനി സൈറ്റോപ്ലാസത്തിൽ എന്താ ഉള്ളത്? സെൽ ഓർഗനൽസ് ആണുള്ളത്, സെൽ ഓർഗനൽസ്. ഇനി ന്യൂക്ലിയസിൽ എന്താ ഉള്ളത്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ പോർ ഉണ്ട്, ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്, പിന്നെ ന്യൂക്ലിയോലസ് ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി സെൽ ഓർഗനൽസ്, സൈറ്റോപ്ലാസത്തിലുള്ള സെൽ ഓർഗനൽസിൽ ആനിമൽ സെല്ലിൽ എന്തൊക്കെയാണ് ഉള്ളത്? റൈബോസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്, സെൻട്രോസോം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, ഗോൾജി ബോഡി ഉണ്ട്. ഓക്കെ, സെക്കൻഡ്
ക്വസ്റ്റ്യൻ വന്നിട്ട് ഐഡൻറ്റിഫൈ ദ പാർട്ട് എ ബി സി ഡി ഇ മാർക്ക്ഡ് ഇൻ ദ പ്ലാൻ സെൽ. പ്ലാൻ സെല്ലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? പ്ലാൻ സെല്ലാന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ, സെൽ വോൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എ ഏതാണ്? എ ഏതാണ്? ഗ്രീൻ കളറിൽ തന്നിരിക്കുന്നു. ഒന്നപ്പോൾ ഏതാണ്? പ്ലാൻ സെല്ലിലുള്ള ഗ്രീൻ കളറിലുള്ള സെൽ ഓർഗനൽ ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ബിയിൽ എന്താണ്? ബി ഏതാ? മൈറ്റോകോൺഡ്രിയോൺ ആണ് കേട്ടോ, അത് മൈറ്റോകോൺഡ്രിയോൺ ആണ്. സി വന്നിട്ട് സി ഏതാണ്? ന്യൂക്ലിയസും സെൽ മെംബ്രെയിനും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് പോസിബിൾ ആവുന്നത് ഏതിലൂടെയായിരുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, സി വന്നിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ന്യൂക്ലിയസ്. ഒരു എൻഡ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസും മറ്റൊരു എൻഡ് സെൽ മെംബ്രെയിനും ആയിട്ടാണ് അല്ലേ? അപ്പം അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പം ഡി വന്നിട്ട് എന്താ? സെല്ലിൽ മാത്രം കാണുന്ന വാക്യൂളാണ് ഡി. ഓക്കെ, ഇ ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ, റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദ പാർട്സ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റേഴ്സ് ഗിവൺ ബിലോ. എയുടെ ഫങ്ഷൻ എന്താ? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? ഫോട്ടോസിന്തസിസിൽ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? ഫോട്ടോസിന്തസിസിൽ എന്താണ്? സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽ ഓർഗനൽ വന്നിട്ട് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇറ്റ് പ്രൊവൈഡ് ഗ്രീൻ കളർ ടു ദ പ്ലാന്റ്സ്. പിന്നെ അത്രയും കാര്യങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റിലുള്ളത്. ബി ഏതായിരുന്നു? മൈറ്റോകോൺഡ്രിയോൺ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയോൺ ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നപ്പം ഇറ്റ് പ്രൊഡ്യൂസസ് ആൻഡ് സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATPയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. സി വന്നിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. കറക്റ്റായിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ട് വന്നിട്ട് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെൽ ആർ ജീൻസ് ഫൗണ്ട്. ജീൻസ് എവിടെയാണ് കാണുന്നത്? സെല്ലിലെ ന്യൂക്ലിയസിലാണ് ജീനുകൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ന്യൂക്ലിയസിൽ പഠിച്ച സമയത്ത് ന്യൂക്ലിയസിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ പറ്റി പഠിച്ചു അല്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല, ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിനെ പറ്റി പഠിച്ചു. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിൻ്റെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഫോം, അല്ലെങ്കിൽ ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഫോമാണ് ക്രോമസോം. ഈ ക്രോമസോമിലുള്ള ഓരോരോ പാർട്ടിനെയും ജസ്റ്റ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് ക്രോമസോമാണ് ജീൻ ഈസ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് ക്രോമസോം. നമ്മുടെ ഇറ്റ് ഈസ് എ ഹെറിഡിറ്ററി ഫാക്ടർ. അതായത് പാരമ്പര്യ ഫാക്ടർ എന്ന് പറയുന്നത്, പാരമ്പര്യ വസ്തു എന്ന് പറയുന്നത് ഈ ജീനാണ്. അതായത് നമ്മുടെ പാരൻസിൽ നിന്നുള്ള അവരുടെ ഫീച്ചേഴ്സ്. ചിലപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ മുടി ആ കുട്ടിയുടെ അച്ഛൻ്റേതുപോലെയുള്ള അല്ലെങ്കിൽ അമ്മയുടേതുപോലെയുള്ള മുടി ആവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ജീൻ മുടി നല്ല നീളമുള്ള മുടിയാണെങ്കിൽ നീളമുള്ള മുടിക്ക് മുടി നൽകുന്ന പെർട്ടിക്കുലർ ജീൻ, അതായത് ആ ഒരു ജീൻ ഉള്ളത് കൊണ്ടായിരിക്കും ആ കുട്ടിക്ക് ഒരു നീളമുള്ള മുടി ഉണ്ടാവാൻ കാരണം. ഓക്കെ, അപ്പോൾ ആ പാരൻറ്റിൽ നിന്നുള്ള ആ ഒരു ഫീച്ചർ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് ഈ ജീൻസിലൂടെയാണ്, ജീനുകളുടെ കൂടെയാണ്. ഇറ്റ് ഈസ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA. ജീൻ ഈസ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA. നമുക്ക് എന്ത് പറയാം? ജീൻ ഈസ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA. ജീൻ ഈസ് എ ഹെറിഡിറ്ററി ഫാക്ടർ. ജീൻ ഈസ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് ക്രോമസോം. ഓക്കെ, ഈ ക്രോമസോം എന്ന് പറയുന്നത് ശരിക്കും ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിൻ്റെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഫോമാണ് ക്രോമസോം. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ടാക്കിയിരിക്കുന്നത് DNA കൊണ്ടാണ്. DNA നിങ്ങൾ കുറച്ചും കൂടെ 9th അല്ലെങ്കിൽ 10th ഒക്കെ DNA കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. അതായത് ഓരോരോ ഇൻഡിവിജ്വൽസിനും അവരുടെ ഐഡൻറ്റിറ്റി,
നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും എന്താണ് കണ്ണും മൂക്കും ചെവിയും ഒക്കെ ഉണ്ടാവും അല്ലേ? പക്ഷേ ഓരോരോ അവയവത്തിനും അതിൻ്റേതായി ഓരോരോ വ്യക്തികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ഫോം. ചിലവർക്ക് നീണ്ട മൂക്കായിരിക്കും, ചിലവർക്ക് കുറിയ മൂക്കായിരിക്കും, ചിലവർക്ക് ചുരുണ്ട മുടിയായിരിക്കും, ചില ആളുകൾക്ക് നീളമുള്ള മുടിയായിരിക്കും. അങ്ങനെയുള്ള ഈ ഓരോരോ ഡിഫറൻസും ഉണ്ടാവാൻ കാരണം ജീനുകളാണ്. ഓക്കെ, അപ്പം ജീൻസ് എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയസിലാണ് കാണുന്നത്. ഓക്കെ, ഇത്രയും കാര്യം, ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ജീൻ വാസ് ദ ഹെറിഡിറ്ററി ഫാക്ടർ. ഇറ്റ് വാസ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA. ഇറ്റ് വാസ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്. ഓക്കെ, ബാക്കിയുള്ള ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. സെൽ കേക്കൊക്കെ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസാണ്. പിന്നെ ഒരു പോയം തന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സെല്ലിനെ കുറിച്ചാണല്ലേ പഠിച്ചത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിലൂടെയൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.